ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അതാണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ക്ലാസ് +1 ചാപ്റ്ററാണ്, ചാപ്റ്റർ 30 ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അറിയേണ്ടത് എന്താണ് ലിമിറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ആദ്യം തന്നെ നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ നമ്മൾ എന്തിൻ്റെ ലിമിറ്റാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ 1. നമ്മൾ എപ്പോഴും ഇപ്പോൾ നമ്മൾ സ്ക്വയർ റൂട്ട് പറയാറുണ്ട്. സ്ക്വയർ റൂട്ട് നമ്മൾ എന്തിനെ കണ്ടുപിടിക്കുക? ഒരു നമ്പർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്പറിന്റെ സ്ക്വയർ റൂട്ടാണ് നമ്മൾ കണ്ടുപിടിക്കാറ് അല്ലേ? ആ നമ്പർ എന്ത് വേണമെങ്കിലും ആകാം. ഇപ്പോൾ റിയൽ നമ്പർ ആണെങ്കിലും കോംപ്ലക്സ് നമ്പർ ആണെങ്കിലും ഏതൊരു നമ്പർ ആണെങ്കിലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം. എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് എന്തിന്റെ ലിമിറ്റാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഒരു ഫംഗ്ഷന്റെ ലിമിറ്റാണ് നമ്മൾ കണ്ടുപിടിക്കുക. നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ്. ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ വന്നേക്കാണ് f(x) = x². ഇതൊരു ഫംഗ്ഷനാണ് അല്ലേ? നമ്മൾ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എക്സിന് ഒരു വാല്യൂ കിട്ടിയും അത് കഴിഞ്ഞിട്ട് f(x) കണ്ടുപിടിക്കും. f(x) എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? f(0) കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ഇനി എക്സിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ ടേബിൾ വരയ്ക്കാം? ഇങ്ങനെ ടേബിൾ വരയ്ക്കാറ് x f(x). 0 ആവുമ്പോൾ നമുക്ക് എന്ത് കിട്ടാം? 0. 1 ആവുമ്പോൾ നമുക്ക് എന്ത് കിട്ടാം? 1. 2 ആവുമ്പോൾ എന്ത് കിട്ടാം? 4. -1 ആവുമ്പോൾ എന്ത് കിട്ടാം? 1. 2 ആവുമ്പോൾ എന്ത് കിട്ടാം? 4. -2 ആവുമ്പോൾ എന്ത് കിട്ടാം? 4. അങ്ങനെയാണ് ഈ വാല്യൂസ് പോകുന്നത്. അപ്പോൾ നമ്മളിത് ഗ്രാഫിക്കലായിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുന്നത്? ഇന്ന് പറയുന്നത് എന്താണ്? ഒറിജിൻ ആണ്. ഇന്ന് പറയുന്നത് 1, ഇത് 2, ഇത് 3, ഇത് 4. ഇവിടെ എന്താ വരാ? -1, -2, -3, -4. ഇവിടെ എന്താ വരുന്നത്? 1, 2, 3, 4. ഇവിടെ എന്താ കിട്ടാം? -1, -2, -3, -4. അപ്പോൾ 0 ആവുമ്പോൾ നമുക്ക് ഫംഗ്ഷൻ വാല്യൂ എന്താ കിട്ടുന്നത്? 0 തന്നെയാണ് കിട്ടുന്നത്. 1 ആവുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 1. 2 ആവുമ്പോൾ എന്താ കിട്ടുന്നത്? 4. -1 ആവുമ്പോൾ എന്താ കിട്ടുന്നത്? 1. -2 ആവുമ്പോൾ എന്താ കിട്ടുന്നത്? 4. അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് ജോയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു കർവാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഈ ലിമിറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിക്കുക എന്നാണ് അതിന്റെ മീനിങ്. അതായത് ഇപ്പൊ ഞാൻ പറയാണ് ലിമിറ്റ് x ടെൻഡിങ് ടു 2 f(x) എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഇതിന്റെ അർത്ഥം വരുന്നത് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താ? x² ആണ്. അതായത് ലിമിറ്റ് x ടെൻഡിങ് ടു 2, അതായത് x എന്ന് പറയുന്നത് ഇതിന്റെ മീനിങ് എത്രയേ ഉള്ളൂ? x എന്ന് പറയുന്നത് 2 എന്ന് പറയുന്ന പോയിന്റിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ വാല്യൂ എന്താണ്? ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് എന്താ? y. ഈ y-നെയാണ് നമ്മൾ എന്ന് പറയാ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയാം. ഈ f(x) എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? y വാല്യൂ. ഇപ്പൊ നമ്മള് x 0 ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന f(x), അതായത് y വാല്യൂ എന്താണ്? 0 ആണ്. x 1 കൊടുക്കുമ്പോൾ അതിന്റെ y വാല്യൂ എന്താണ്? 1 ആണ്. x 2 കൊടുക്കുമ്പോൾ അതിന്റെ y വാല്യൂ എന്താണ്? 4 ആണ്. എന്ന് പറയുന്ന പോലെ തന്നെ x-ന്റെ വാല്യൂ 2 എന്ന് പറയുന്ന പോയിന്റിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ വാല്യൂ എന്താണെന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? x² ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ x എവിടേക്കാണ് പോകുന്നത്? 2-ലോട്ടാണ് പോകുന്നത്. അപ്പോൾ 2² = 4. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ലിമിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന്റെ y വാല്യൂ. അതായത് x 2-ലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന y വാല്യൂ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ വാല്യൂ എന്താണ്? അതാണ് ഈ ലിമിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ലിമിറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ശരിക്കും അതിന് മീനിങ് ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ a എന്ന് പറഞ്ഞൊരു പോയിന്റ് ആണെന്ന് വിചാരിക്കാം. x എന്ന് പറയുന്നത് a എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഫംഗ്ഷൻ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ y വാല്യൂ എന്താണ്? അല്ലെങ്കിൽ x a-ലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ അതിന്റെ y വാല്യൂ എന്താണ്? അതിന് നമുക്ക് ഒരു കൺവെൻഷൻ ഉണ്ട്, അത് എഴുതാനായിട്ട് ഒരു രീതി ഉണ്ട്. അതാണ് ലിമിറ്റ് x a-ലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്റെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഫംഗ്ഷൻ വാല്യൂ എന്താണ്? അപ്പോൾ അതാണ് നമ്മൾ ഇത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഫംഗ്ഷൻ വാല്യൂ
എന്നുള്ളതാണ് കാര്യം. ഇനി എന്തിനാണ് ഈ ലിമിറ്റ് കോൺസെപ്റ്റ് വരാനായിട്ടുള്ള കാര്യം? നമുക്കിത് വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരെ, എക്സ് എന്ന് പറയുന്നത് 1 ആകുമ്പോൾ വൈയുടെ വാല്യൂ 1 ആണ്, അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ 2 ആകുമ്പോൾ വൈയുടെ വാല്യൂ 4 ആണ്, അങ്ങനെ പറഞ്ഞാൽ പോരെ. പിന്നെ എന്തിനാ ഈ ലിമിറ്റ് കോൺസെപ്റ്റ് വരാനുള്ള കാര്യം എന്തിനാ എന്നുള്ളതാണ് അടുത്തത് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം പറഞ്ഞത് എന്താ, ലിമിറ്റ് നമ്മൾ എന്തിന്റെ കണ്ടുപിടിക്കുക? എല്ലായ്പ്പോഴും ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് ആണ് നമ്മൾ എല്ലായ്പ്പോഴും എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ലിമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? അതിന്റെ y വാല്യൂ അല്ലെങ്കിൽ ഫംഗ്ഷൻ വാല്യൂ ആണ് ലിമിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് ഞാനൊരു എക്സാമ്പിൾ എടുത്തു. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ എടുത്തു. നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഗ്രാഫ് വരയ്ക്കാം. നമ്മൾ ഗ്രാഫ് എങ്ങനെ വരയ്ക്കുക? എക്സ് 0 കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ്, എക്സ് 1 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ്, എക്സ് 2 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ്, അങ്ങനെ നമുക്ക് വരച്ചിട്ട് എക്സ് ആക്സസിലും വൈ ആക്സസിലും നമുക്ക് അത് പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ആ ഒരു രീതി നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാണ്, അതായത് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ, ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? എഫ് ഓഫ് എ ആണ്. അതായത് ആ പോയിന്റിലത്തെ, അതായത് എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ പോയിന്റിലത്തെ ഫംഗ്ഷൻ വാല്യൂ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് ഇതിന്റെ അർത്ഥം എന്താ? എക്സ് എന്ന് പറയുന്നത് 2 എന്ന് പറയുന്ന പോയിന്റിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫംഗ്ഷൻ വാല്യൂ അല്ലെങ്കിൽ എന്തെന്ന് പറയാം, എനിക്ക് കിട്ടുന്ന y വാല്യൂ എന്താണ്? അപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു രീതിയാണ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ. ഓക്കെ, അപ്പോൾ അത് അത്രയേ ഉള്ളൂ. ഇനി പക്ഷെ ഞാൻ പറഞ്ഞു എന്തിനാണ് ലിമിറ്റ് എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ഫോർമാറ്റിന്റെ ആവശ്യം എന്താണ്? അത് വേറെ എക്സാമ്പിൾ വെച്ച് പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാണ്. നമുക്ക് ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. ഈ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാൻ വിചാരിക്കാം. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഇപ്പോൾ എക്സിന് നമ്മൾ 1 കൊടുക്കുകയാണ്, അല്ലെങ്കിൽ 1 കൊടുക്കുകയാണ്, 3 കൊടുക്കുകയാണ്, 4 കൊടുക്കുകയാണ്, അല്ലെങ്കിൽ വേറെ എന്ത് വാല്യൂ കൊടുക്കുകയാണെങ്കിലും നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് കിട്ടും? ഒരു ഫൈനൈറ്റ് വാല്യൂ നമുക്ക് ഈ ഫംഗ്ഷന് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്സ് 1 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് 1 എന്താ കിട്ടുക? 1 മൈനസ് 4 ഡിവൈഡ് ബൈ 1 മൈനസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 3 ഡിവൈഡ് ബൈ മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 3 അല്ലേ? അതായത് നമ്മൾ ഓരോ വാല്യൂസ് എക്സിന് ഓരോ വാല്യൂസ് പുട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫംഗ്ഷൻ വാല്യൂ കിട്ടും. പക്ഷേ നമുക്കൊരു കാര്യം അറിയാം, ഡിനോമിനേറ്റർ ഒരിക്കലും എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എക്സിന് ഇവിടെ 2 കൊടുക്കുന്നു വിചാരിക്കും. എക്സ് 2 കൊടുക്കുമ്പോൾ എനിക്ക് ഇവിടെ എന്താ കിട്ടുക? 2 സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 മൈനസ് 2 എന്ന് കിട്ടും. അതെന്ന് പറയുന്നത് എന്താണ്? 4 മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ബൈ 0. അതായത് നമുക്ക് എക്സിന് 2 കൊടുക്കുമ്പോൾ എനിക്ക് ഫംഗ്ഷൻ വാല്യൂ കിട്ടുന്നത് 0 ബൈ 0 എന്നാണ്. ഇതെന്ന് പറയുന്നത് ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. ഇതെന്ന് പറയുന്നത് എന്താ? ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. ഈ ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഫോം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് നമുക്ക് ഇങ്ങനെ, അതായത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഒരാള് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇപ്പോൾ 1/0 എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല? ഡിഫൈൻഡ് അല്ല. കാരണം ഒരു ചോക്ലേറ്റ് നമുക്ക് 0 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. അപ്പൊ എന്ന് പറയുന്ന പോലെ ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഡിഫൈൻ. പക്ഷെ ഇത് 0/0 ഫോം എന്ന് പറയുന്നത് ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. നമുക്കത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു കേസിൽ, അതായത് എക്സ് 2 ആവുമ്പോൾ നമുക്ക് ഫംഗ്ഷന്റെ ബിഹേവിയർ അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതായത് ഇപ്പോൾ നമ്മളൊരു എക്സ് വൈ, ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്, ഇതിന്റെ ഒരു ഗ്രാഫ് എങ്ങനെയാ വിചാരിക്കുക. 2 എന്ന് പറയുന്ന പോയിന്റില് ഫംഗ്ഷൻ എന്തല്ല? ഡിഫൈൻഡ് അല്ല. പക്ഷെ 2 കൂടാതെ ബാക്കി ഏത് വാല്യൂ പറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഒരു ഫംഗ്ഷൻ വാല്യൂ കിട്ടുന്നുണ്ട്. ഇപ്പൊ 3 പറയുകയാണെങ്കിലും, അതായത് ഇവിടെ ഡിഫൈൻ ആവാതെ എക്സ് ഇസ് ഈക്വൽ ടു 2 ആവുമ്പോഴാണ് 0/0 ഫോം കിട്ടുന്നത്. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോയിന്റില് ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അപ്പോൾ ഡിഫൈൻഡ് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ 2ന്റെ ബിഹേവിയർ നമുക്കറിയാൻ അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് വന്നപ്പോഴാണ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നത്.
അതായത് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു കോൺസെപ്റ്റ് കൂടി ഉണ്ട്, അതായത് എക്സ് ടെൻസ് ടു 2. ഇതിന്റെ അർത്ഥം എന്താ? ഇതിനെ നമ്മൾ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ് ടെൻസ് ടു 2 അല്ലെങ്കിൽ എക്സ് അപ്രോച്ചസ് 2. അതായത് നമ്മൾ ഒരു നമ്പർ ലൈൻ കൺസിഡർ ചെയ്യാണ്. നമ്പർ ലൈൻ കൺസിഡർ ചെയ്യാണ് 0, 1, 2, -1, -2. ഇതൊരു നമ്പർ ലൈൻ ആണ്. നമ്മളൊരു നമ്പർ ലൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഈ 2 എന്ന് പറയുന്ന പോയിന്റിലോട്ട് നമുക്ക് രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഒന്നല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം? ഈ ഡയറക്ഷനിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം? ഈ ഒരു ഡയറക്ഷനിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അപ്രോച്ച് ചെയ്യാൻ പറ്റും. അതായത് രണ്ട് ഡയറക്ഷൻ, അതായത് ഈ ഒരു പോയിന്റിലോട്ട് എത്തണമെങ്കിൽ നമുക്ക് ഈ രണ്ട് ഡയറക്ഷൻസ് ഫോളോ ചെയ്യാം. ഒന്നല്ലെങ്കിൽ നമുക്ക് ഇതൊരു പോയിന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ രണ്ട് ഡയറക്ഷനിലോട്ട്, അതായത് 2 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അപ്പോൾ നമ്മൾ എന്താ കൺസിഡർ ചെയ്യുക? ആ ഒരു നെയ്ബർഹുഡാണ് കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഒരാളെ കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ നമുക്ക് ആളെ കുറിച്ച് അറിയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആ ഒരു നെയ്ബർഹുഡിൽ അല്ലെങ്കിൽ നെയ്ബേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ചെയ്യുക. എന്ന് പറയുന്ന പോലെ തന്നെ 2 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അപ്പോൾ 2 എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് ഒന്നും പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അവരെ നെയ്ബർഹുഡ് കൺസിഡർ ചെയ്യും. അതായത് 2 എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്താനായിട്ട് എനിക്ക് രണ്ട് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. ഒന്നല്ലെങ്കിൽ എനിക്ക് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, അതല്ലെങ്കിൽ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാം? ഈ ഡയറക്ഷനിൽ, അതായത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കും. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താ? ഈ ഡയറക്ഷനിൽ ഫംഗ്ഷൻ വാല്യൂ എന്താണെന്ന് നോക്കും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കും. ഈ ഒരു ഡയറക്ഷനിൽ എന്താണ് ഫംഗ്ഷൻ വാല്യൂകൾ എന്ന് നോക്കും. അപ്പോൾ അതാണ് നമ്മളിവിടെ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ആയി കിട്ടുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് പറയുള്ളൂ? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറയുള്ളൂ. കാരണം ഇവിടെ നമുക്ക് 2 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. നമുക്ക് ആ ഫംഗ്ഷനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആ പോയിന്റിന്റെ, ഈ 2 എന്ന് പറയുന്ന പോയിന്റിന്റെ നെയ്ബർഹുഡ് കൺസിഡർ ചെയ്യും. നെയ്ബർഹുഡ് കൺസിഡർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 2 എന്ന് പറയുന്ന പോയിന്റിലോട്ട് നമുക്ക് രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഒന്നല്ലെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൂടെ അപ്രോച്ച് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ കൂടെ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ രണ്ട് രീതിയിൽ നമുക്ക് അവിടെ അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് വന്നത്? ലിമിറ്റ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, അതായത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കും, അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കും. അതായത് നമുക്ക് എങ്ങനെ പറയാം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിനെ നമ്മൾ എങ്ങനെ റിപ്രസെന്റ് ചെയ്യാം? ഓക്കെ, കേട്ട് പറയാം. അപ്പോൾ അതുകൊണ്ടാണ്, അതായത് ചില പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ ഡിഫൈൻഡ് ആകാത്ത പോയിന്റ്സിൽ നമുക്ക് ഫംഗ്ഷന്റെ ബിഹേവിയർ പറയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യും? ആ ഫംഗ്ഷന്റെ നെയ്ബർഹുഡ് കൺസിഡർ ചെയ്യും. അപ്പോൾ ഈ ഒരു 2 ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ 2 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യും? ആ പോയിന്റിലോട്ട് എത്താനായിട്ട് നമ്മൾ അതിന്റെ നെയ്ബർഹുഡ് കൺസിഡർ ചെയ്യണം. നമ്മളപ്പോൾ എന്ത് കണ്ടുപിടിക്കും? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കും, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കും. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൂടെ പോകുമ്പോൾ എന്താണ് ഫംഗ്ഷൻ വാല്യൂ? കാരണം കറക്റ്റ് 2 എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമാണ് ആ ഫംഗ്ഷൻ ഡിഫൈൻ അല്ലാതുള്ളൂ. ഇനി 1.99999 എന്താണ്? ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. അല്ലെങ്കിൽ 2. എന്താണ്? 0.0001 ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. എന്ന് വെച്ചാൽ എന്താ പറയുക? കറക്റ്റ് ഈ ഒരു പോയിന്റിൽ മാത്രമാണ് എന്ത് ആകാത്തുള്ളൂ? ഫംഗ്ഷൻ ഡിഫൈൻഡ് ആകാതുള്ളൂ. അതിന്റെ തൊട്ടടുത്തുള്ള ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇവിടെ ഇവിടെയും ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്, ഇവിടെയും ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലിമിറ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കും. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എന്ത് ചെയ്യും? a മൈനസ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കും. അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കും. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താ? ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു a പ്ലസ് എഫ് ഓഫ് എക്സ്. അങ്ങനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്താണെന്നുള്ളത്. അപ്പോൾ നോക്കിയേ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താ? 2-ൽ നിന്ന് കുറയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ a മൈനസ് ഇട്ടത്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 2-ൽ നിന്ന് കൂടെ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഭാഗത്തെ ബിഹേവിയറാണ് കണ്ടുപിടിക്കുന്നത്, അല്ലേ? ഇത് 2 ആണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിലൂടെ പോകുമ്പോൾ എന്താ ചെയ്യുന്നത്? കുറയാണ് ചെയ്യുന്നത്. അതായത് 2-ൽ നിന്ന് കുറയാണ് ചെയ്യുന്നത്. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റിലൂടെ പോകുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? കൂടാണ് ചെയ്യുന്നത്. 2 + h ആണ് വരിക. അതായത് ഇവിടെ ഒരു
ക്വാണ്ടിറ്റിയാണ്. ഈ എച്ച് എന്ന് പറയുന്നത് എന്താ, ഒരു ക്വാണ്ടിറ്റി. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിലൂടെ പോകുമ്പോൾ ഒരു ക്വാണ്ടിറ്റി കുറയാണ് ചെയ്യുന്നത്. എച്ച് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി കുറയും. ഇവിടെ എന്ന് പറയുമ്പോൾ എച്ച് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കൂടും. അങ്ങനെയാണ് വരുന്നത്. ഇനി അപ്പോൾ അതാണ് നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എങ്ങനെയാണ് നമ്മൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാൻ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ, എക്സ് എ എന്ന് പറയുന്ന പോയിന്റിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ എക്സാക്ട്ലി എക്സ് ഇസ് ഈക്വൽ ടു എ അല്ല, എന്താ പറയുന്നത്, എക്സ് എ എന്ന് പറയുന്ന പോയിന്റിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ, അതായത് എ എന്ന് പറയുന്ന പോയിന്റിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ എവിടേക്കാണ് പോകുന്നത്, അതായത് y വാല്യൂ ഇങ്ങോട്ടാണ് പോകുന്നത്. അതാണ് ഈ ഒരു എന്താ പറയുക കൺവെൻഷൻ യൂസ് ചെയ്യുന്നത്. അതിനാണ് ആ ഒരു കാര്യം പറയാനായിട്ടാണ്. അപ്പോൾ ചില കേസിൽ ഞാൻ ഏറ്റവും ആദ്യം ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അതിന്റെ കേസിൽ നമുക്ക് ഡയറക്റ്റ്ലി വാല്യൂ കിട്ടി, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2. ഈ ഒരു കേസിൽ 2 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ പോയിന്റിന്റെ നെയ്ബർഹുഡ് കൺസിഡർ ചെയ്യും. എന്നിട്ട് അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കും. അതാണ് നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് നോക്കാം, ഈ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ആണോ നോക്കാം. ഈ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തുണ്ടാവണം, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും, അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. എന്നാലാണ് ആ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. മനസ്സിലാക്കുന്നുണ്ടോ? അപ്പം അങ്ങനെയാണ് നമ്മളത് ചെയ്യുക. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും അതെങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യേണ്ടതെന്നത്. ക്വസ്റ്റ്യൻ ആണ്, evaluate the left hand and the right hand limit. Evaluate the left hand and the right hand limit of the function നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, നമ്മൾ എന്ത് കണ്ടുപിടിക്കും, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 3 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 when x not equal to 3 and 0 when x is equal to 3. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ ആറ്റ് x is equal to 3ലാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മളിത് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും നമ്മൾ എവാലുവേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു നമുക്ക് എപ്പോഴാണ് ഈ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം, അതായത് ആ ഒരു പോയിന്റിൽ ഇപ്പോൾ ഇവിടെ നോക്കി 3 എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത്, 3 മൈനസ് 3 ഡിവൈഡ് ബൈ, ഇതിന്റെ അർത്ഥം എന്താ, എക്സ് ഇസ് ഈക്വൽ ടു 3 ആവുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, ഇവിടെ നോക്കി 3 മൈനസ് 3 ഡിവൈഡ് ബൈ 3 മൈനസ് 3 അതെന്താണ്, 0/0 ഫോമാണ്. അതായത് ഇതൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ വാല്യൂവിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല, നമുക്ക് കറസ്പോണ്ടിങ് ഫംഗ്ഷൻ വാല്യൂവിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും നമ്മൾ കണ്ടുപിടിക്കും. അങ്ങനെയാണ് നമ്മളിത് സോൾവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് എന്താ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യുന്നത്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താ, ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എന്താണ്, 3 മൈനസ് എഫ് ഓഫ് എക്സ്. ഇനി 3 മൈനസ് എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പോൾ നമ്മളൊരു നമ്പർ ലൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് 3 മൈനസ് എന്ന് പറയുമ്പോൾ 3യേക്കാളും മുമ്പത്തെ ഒരു വാല്യൂ ആണ്. ഇത് എന്ത് വാല്യൂ ആണ്, 3 പ്ലസ് എന്ന് പറയുമ്പോൾ എന്താ, 3 കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 3 ആവുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഇനി എക്സ് 3 അല്ലെങ്കിൽ, അതായത് എക്സ് 3യേക്കാളും കുറഞ്ഞാലും എക്സ് 3യേക്കാളും വലുതായാലും ആ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് എന്താ, മോഡുലസ് ഓഫ് എക്സ് മൈനസ് 3 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ആണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്താ, നമ്മൾ എന്താ പറയുക, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത്
ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക 3 മൈനസ് ആണ്, അതായത് എന്താ 3 അല്ല, 3 ആണെങ്കിൽ ഫംഗ്ഷൻ വാല്യൂ എന്താണ് 0 ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ 3 മൈനസ്, അതായത് 3 എന്ന് പറയുന്ന പോയിന്റിനേക്കാളും മുമ്പത്തെ കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാം, that is equal to limit x tending to 3 minus. ഇവിടെ ഏത് ഫംഗ്ഷനാണ് വരാം, ഈ ഫംഗ്ഷൻ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ന് പറയാം പീസ് വൈസ് ഫംഗ്ഷൻസ് എന്ന് പറയും. അതായത് എന്താ ചെയ്യുന്നത്, ഈ ഒരു അതായത് എക്സ് ആക്സിസ് എടുക്കാണ്, വൈ ആക്സിസ് എടുക്കാണ്. അപ്പോൾ അതായത് ഒരു പോയിന്റിൽ എക്സ് ഇസ് ഈക്വൽ ടു 3ൽ അതിന്റെ ബിഹേവിയർ 0 ആണ്. അതായത് ഡിഫറെന്റ് ബിഹേവിയർ കാണിക്കുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ന് പറയാം പീസ് വൈസ് ഫംഗ്ഷൻസ് പറയും. അതായത് ഒരു മോഡുലസ് ഫംഗ്ഷൻസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എക്സ് ആണ്, എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ നെഗറ്റീവ് എക്സ് ആണ്. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്, എക്സ് ആക്സിസിനെ നമ്മൾ കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് പറഞ്ഞു മാത്രം. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുകയാണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്താ 3 മൈനസ്, അതായത് 3ൽ നിന്ന് കുറവാണ്, അതായത് എക്സ് ഇസ് ഈക്വൽ ടു 3 അല്ല, 3നേക്കാളും കുറവാണ്. അപ്പോൾ ഏത് ഫംഗ്ഷനാണ് വരാം, ഇതാ വരാം. ഇനി 3 പ്ലസ് ആണെങ്കിലും എന്തെങ്കിലും വരാം, ഇത് തന്നെയാണ് വരാം. കാരണം എന്തുകൊണ്ടാണ് 3 പ്ലസ് അതായത് നോട്ട് ഈക്വൽ ടു 3, അതായത് 3നേക്കാളും ഈക്വൽ ടു 3 ആണെങ്കിൽ 0, ഈ 3നേക്കാളും വലുതായാലും 3നേക്കാളും കുറഞ്ഞാലും നമുക്ക് കിട്ടുന്നത് ഈ ഫംഗ്ഷൻ വാല്യൂ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ വാല്യൂ ആയിട്ട് കിട്ടുന്നത് എന്താ, എഫ് ഓഫ് എക്സ് നമുക്ക് കിട്ടുന്നത് എന്താ, മോഡുലസ് ഓഫ് എക്സ് മൈനസ് 3 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 3. ഇനി ഇതിന്റെ അർത്ഥം എന്താ, ഈ എക്സ് ഇസ് ഈക്വൽ ടു 3 മൈനസ് എന്ന് പറയുന്നത് എന്താ 3 മൈനസ് എച്ച്. അതായത് ഇപ്പോൾ 3 എന്ന് പറഞ്ഞ പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അതായത് 3ൽ നിന്ന് ഒരു ക്വാണ്ടിറ്റി കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എക്സ് ഇസ് ഈക്വൽ ടു 3 മൈനസ് എച്ച്. അതായത് നമുക്കറിയാം എച്ച് 0 ടെൻഡ് ചെയ്യുമ്പോഴാണ് ആസ് എച്ച് ടെൻസ് ടു 0 എക്സ് ടെൻസ് ടു 3 അല്ലേ. അതായത് എച്ച് എന്ന് പറയുന്നത് 0 ടെൻഡ് ചെയ്താൽ മാത്രമാണ് എക്സ് എവിടേക്ക് ടെൻഡ് ചെയ്യുള്ളൂ, 3 എന്ന് പറയുന്ന പോയിന്റിലോട്ട് ടെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കി നമുക്കപ്പോൾ എന്ത് കൊടുക്കാം, എക്സിന് ഓക്കെ എക്സ് ഇസ് ഈക്വൽ ടു 3 മൈനസ് എച്ച് നമ്മൾ കുട്ടി അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണ്, ഇത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ എക്സാക്ട്ലി 3 അല്ല, അതെന്താണ് 3 മൈനസ് ആണ്, 3നേക്കാളും മുമ്പത്തെ വാല്യൂ ആണ്. അപ്പോൾ ശരിക്കും ഇവിടെ എന്തുണ്ടാവുക, എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും 3 മൈനസ് എച്ച്. മുമ്പത്തെ 3 മൈനസ് എന്ന് പറയുമ്പോൾ എന്ത് വരും, 3 മൈനസ് എച്ച് എന്ന് വരും. 3 പ്ലസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും, 3 പ്ലസ് എച്ച് എന്ന് വരും. കാരണം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ക്വാണ്ടിറ്റി കുറയുക ചെയ്യുന്നത്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ഈ എച്ച് എന്ന് പറയുന്നത് എന്താണ്, ക്വാണ്ടിറ്റി. അത് എത്ര കുഞ്ഞു ക്വാണ്ടിറ്റി വേണമെങ്കിലും ആകാം. അതായത് 3ന്റെ തൊട്ടടുത്തുള്ള ഒരു ആളെന്ന് പറയുന്നത് എന്താണ് 3 മൈനസ് എച്ച്. 3ൽ നിന്ന് ഒരു ജസ്റ്റ് പോയിന്റ് കുറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുകയാണ്, എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ് ഇസ് ഈക്വൽ ടു 3 മൈനസ് എച്ച് എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എച്ച് 0 ടെൻഡ് ചെയ്യുമ്പോഴാണ് എക്സ് എവിടേക്ക് ടെൻഡ് ചെയ്യുന്നത്, 3 ടെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് എഴുതണം ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0. ഇനി ഈ എക്സിന്റെ പ്ലേസിൽ എന്താ വരാം, 3 മൈനസ് എച്ച് എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 3 മൈനസ് എച്ച് മൈനസ് 3 ഡിവൈഡ് ബൈ ഇവിടെ എക്സിന്റെ സ്ഥലത്ത് എന്താ വരാം, 3 മൈനസ് എച്ച് മൈനസ് 3 എന്ന് വരും. അതായത് ഈ 3യും ക്യാൻസൽ ആയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 മോഡുലസ് ഓഫ് മൈനസ് എച്ച് ഡിവൈഡ് ബൈ ഈ 3യും ഈ മൈനസ് 3 ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, മൈനസ് എച്ച് എന്ന് കിട്ടും. ഇനി നമുക്കറിയാം മോഡുലസ് ഓഫ് മൈനസ് എച്ച് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, എച്ച് തന്നെയാണ്. അപ്പോൾ എന്ത് കിട്ടി, എച്ച് ബൈ നെഗറ്റീവ് എച്ച്. ഓക്കെ, അപ്പോൾ ഇവിടെ മോഡുലസ് ഇല്ല, അപ്പോൾ ആ നെഗറ്റീവ് എച്ച് അങ്ങനെ തന്നെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, ഇപ്പം ഇത് ക്യാൻസൽ ആകുമ്പോൾ -1 അല്ലേ. അതായത് ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 -1. നമുക്കറിയാം ഒരു കോൺസ്റ്റന്റ് ലിമിറ്റ് എന്ന് പറയുന്നത് ആ കോൺസ്റ്റന്റ് തന്നെയാണ്. ലിമിറ്റ് ഓഫ് എ കോൺസ്റ്റന്റ് ഇസ് ഓൾവേസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, -1 കിട്ടി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് കിട്ടുക, നെഗറ്റീവ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, -1 ആണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ആ ഫംഗ്ഷന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാണ് വേണ്ടത്.
നമ്മൾ ചെയ്യുന്നത് എന്താ? ആദ്യം തന്നെ നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ്. ഇനി ആ ഫംഗ്ഷൻ നമ്മൾ ഇതിൽ ചൂസ് ചെയ്യാം. ഇതാണോ ഏത് ഫംഗ്ഷൻ ആണെന്ന് ചൂസ് ചെയ്യാം. ഇത് എന്താണ്? 3 മൈനസ് ആണ്. 3 മൈനസ് ആണെങ്കിൽ എന്താ വരിക? അതായത് 3യേക്കാൾ മുമ്പുള്ളത്. അപ്പോൾ നോട്ട് ഈക്വൽ ടു 3 അല്ലാത്ത സിറ്റുവേഷൻ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. 3 പ്ലസ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 മൈനസ് അടുത്ത സ്റ്റെപ്പിൽ ഏതാണോ ഫംഗ്ഷൻ ആ ഫംഗ്ഷൻ നമ്മൾ എടുത്തെഴുതണം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക? നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് 3 മൈനസ്, അതായത് ഇതിനേക്കാൾ മുമ്പാണ്. അപ്പോൾ അതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ് എക്സ് ഇസ് ഈക്വൽ ടു 3 മൈനസ് എച്ച്. അപ്പോൾ നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് 3ലോട്ട് അപ്രോച്ച് ചെയ്യണമെങ്കിൽ എച്ച് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുക? എക്സിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പോൾ 3 മൈനസ് എച്ച് മൈനസ് 3 ഡിവൈഡ് ബൈ നെഗറ്റീവ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ജസ്റ്റ് സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് -1 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താ? ലിമിറ്റ് എന്താണ്? എക്സ്റ്റെൻഡിങ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കൊടുക്കുക? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 പ്ലസ് നമ്മൾ ഇവിടുത്തെ ഫംഗ്ഷൻ ഡിസൈഡ് ചെയ്യും. എന്താ പറയുന്നത്? 3 പ്ലസ് ആണ്. അതായത് ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താ? 3 പ്ലസ് എച്ച് ആണ്. അപ്പോൾ ആസ് എച്ച് ടെൻസ് ടു 0 എക്സ് ടെൻസ് ടു 3 ആണ്. അപ്പോൾ ഇവിടെ എന്താ പറയുക? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ ആണ് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എന്ത് ചെയ്യാം? മോഡുലസ് ഓഫ് എന്ന് പറയാം. എക്സ് എന്ന് പറയുന്നത് എന്താ? 3 പ്ലസ് എച്ച് മൈനസ് 3 ഡിവൈഡ് ബൈ 3 പ്ലസ് എച്ച് മൈനസ് 3. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 ഈ 3യും ക്യാൻസൽ ആയി. അപ്പോൾ മോഡ് എച്ച് എന്ന് കിട്ടി. ഇവിടെ 3 മൈനസ് 3 ക്യാൻസൽ ആയി. ഇപ്പോൾ ഡിവൈഡ് ബൈ എച്ച് എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എച്ച് ബൈ എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാം ഇത് 1 എന്ന് കൊടുക്കുകയാണ്, ഇത് 2 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഫ്രോം 1 and 2 നമുക്ക് എന്ത് പറയാം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. therefore എന്താണ്? the limit does not exist. ഇതായിരിക്കും നമുക്ക് എന്ത് കിട്ടാം? ആൻസർ ആയിട്ട് കിട്ടും. അപ്പോൾ 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഏറ്റവും ആദ്യത്തെ കാര്യമാണ് നമ്മൾ എന്തിൻ്റെ ലിമിറ്റാണ് നമ്മൾ കണ്ടുപിടിക്കുക. എന്തിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക? ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ലിമിറ്റ് മാത്രമാണ് നമുക്ക് അതായത് നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ സ്ക്വയർ റൂട്ട് നമ്മളൊരു റിയൽ നമ്പറിനെ കണ്ടുപിടിക്കുന്ന പോലെ നമ്മൾ എന്തിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക? ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റാണ് കണ്ടുപിടിക്കുക. പിന്നെ പറഞ്ഞൊരു കാര്യമാണ് ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ആ y വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം. പിന്നെ പറഞ്ഞൊരു കാര്യമാണ് എന്തിനാണ് നമ്മൾ ലിമിറ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉപയോഗിക്കേണ്ട കാര്യം. കാരണം ചില ഫംഗ്ഷൻ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2 ഈ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ് പൊസസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പോയിന്റിൽ നമുക്ക് ബിഹേവിയർ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ പോയിന്റിന്റെ നെയ്ബർഹുഡ് കൺസിഡർ ചെയ്യും. അപ്പോൾ ആ പോയിന്റിന്റെ നെയ്ബർഹുഡ് നമുക്ക് 2 രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഒന്നല്ലെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൂടെ അപ്രോച്ച് ചെയ്യാം, അതല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൂടെ അപ്രോച്ച് ചെയ്യാം. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും, അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ആ 2 വാല്യൂ ഈക്വൽ ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് എന്താ ഉണ്ടായത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൂടെ പോയപ്പോൾ നമുക്ക് -1 കിട്ടിയത്, റൈറ്റ് ഹാൻഡ് സൈഡിൽ കൂടെ പോയപ്പോൾ നമുക്ക് 1 കിട്ടിയത്. അപ്പോൾ നമുക്ക് പറയാം എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ല. therefore limit does not exist. അതാണ് പറയുന്നത്. പിന്നെ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് കാര്യം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് 3 മൈനസ് എന്ന് പറയുന്നത് എന്താ? 3യേക്കാൾ കുറച്ച് കുറവാണ്. അപ്പോൾ 3 അല്ല. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട് എക്സ് ഇസ് ഈക്വൽ ടു 3 മൈനസ് എച്ച്. കാരണം എന്തുകൊണ്ടാണ്? എക്സ് ടെൻസ് ടു 3 മൈനസ് ആണ്. അപ്പോൾ നമുക്കറിയാം 3യിൽ നിന്നൊരു ക്വാണ്ടിറ്റി കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? എക്സ് ഇസ് ഈക്വൽ ടു 3 മൈനസ് എച്ച്. നമുക്കറിയാം എക്സ് 3ലോട്ട് പോകണമെങ്കിൽ എച്ച് 0ലോട്ട് പോകണം. അതായത് നമ്മൾ ലിമിറ്റ് കംപ്ലീറ്റ്ലി എച്ചിന്റെ ടേംസിലോട്ട് മാറ്റാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു ഫോർമുല പോലെ നമുക്ക് ഇങ്ങനെ പറയാം. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0
0 f of x plus h. Okay. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ലിമിറ്റ് h ടെൻഡിങ് ടു 0 f of x plus h. ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ലിമിറ്റ് h ടെൻഡിങ് ടു 0 f of x minus h. ഈ ഒരു ഫോർമുല ഓർത്താലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാനത് എങ്ങനെയാണ് വന്നതെന്നുള്ളതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ അടുത്ത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനാണ് പറ്റുക? ഈ ഒരു ഫോർമുല ഉപയോഗിച്ച്, അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താ? ലിമിറ്റ് h ടെൻഡിങ് ടു 0 f of x plus h. ഇവിടെ x എന്ന് പറയുന്നത് ഏതാ? 3 at x is equal to 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? ലിമിറ്റ് h ടെൻഡിങ് ടു 0 f of 3 plus h ആണ്. അപ്പോൾ x ന്റെ വാല്യൂ പുട്ട് ചെയ്തു. ഇനി നമുക്കറിയാം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്, അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ലിമിറ്റ് h ടെൻഡിങ് ടു 0 നമ്മുടെ ഫംഗ്ഷന്റെ ഭാഗം എന്താ? മോഡ് ഓഫ് x മൈനസ് 3 ഡിവൈഡ് ബൈ x മൈനസ് 3. ഇത് നമ്മുടെ ഫംഗ്ഷൻ ആണ്, f of x ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? f of 3 plus h ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് 3 plus h മൈനസ് 3 ഡിവൈഡ് ബൈ 3 plus h മൈനസ് 3 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടാം? മോഡ് h ബൈ h എന്ന് കിട്ടും. അപ്പോൾ that is equal to എന്താണ്? h by h, that is equal to 1. അപ്പോൾ ഫൈനലി നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇനി അപ്പോൾ അത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് പറഞ്ഞു. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അല്ല, എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. ഇതെപ്പോഴും ശ്രദ്ധിക്കാം കേട്ടോ. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് എച്ചും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നതാണ് എക്സ് മൈനസ് എച്ച്. ഇതെപ്പോഴും ശ്രദ്ധിക്കുക, അത് അങ്ങോട്ടേക്ക് മാറിപ്പോകരുത്. കാരണം എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഈ ഒരു പോയിന്റ് ആണ്, ഇപ്പോൾ 3 എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ അതിന്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ഏത് ഭാഗത്തോടെയാണ് പോകുന്നത്? ഇതാണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താ? 3 പ്ലസ് എച്ച് ആണ്. പിന്നെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താ? 3 മൈനസ് എച്ച് ആണ്. ഓക്കെ, അപ്പോൾ അതാണ്. ഇപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 3 നമ്മളെ എന്താ പറയുക, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് എന്താ വരിക? 3 മൈനസ് എച്ച്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുക? 3 പ്ലസ് എച്ച്. കാരണം ഈ ഒരു ഭാഗത്തു നിന്നാണ് അത് എന്ത് ചെയ്യുന്നത്? അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മൾ നോർമലി നമ്മൾ ആ സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്ന പോലെ തന്നെ ഫോളോ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിയണം എന്തിനാണ് ലിമിറ്റ് കോൺസെപ്റ്റ് വന്നതെന്നുള്ള ആ ഒരു ഐഡിയ എന്താണ്? എന്തിനാണ് ലിമിറ്റ് കോൺസെപ്റ്റ് വന്നത്? അതായത് ചില പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് ആ ഫംഗ്ഷൻ്റെ ബിഹേവിയർ അറിയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ പോയിന്റിന്റെ നെയ്ബർഹുഡ് കൺസിഡർ ചെയ്യും. ആ പോയിന്റിലേക്ക് എത്താനായിട്ട് നമുക്ക് 2 ഡിറക്ഷനിലോട്ട് പോവാം. ഒന്നല്ലെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൂടെ പോവാം, അതല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൂടെ പോവാം. അങ്ങനെ നമ്മൾ അവരുടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ചെക്ക് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ അത് രണ്ടും സെയിം ആണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് പറയുള്ളൂ? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമാണ്. ഇനി നമുക്ക് ഓരോരോ മെത്തേഡുകൾ നമുക്ക് പല രീതിയിൽ ഇതെന്ന് പറയുന്നത് നമ്മൾ ഡെഫിനിഷൻ ഉപയോഗിച്ച് ചെയ്തതാണ് അല്ലേ. ഇനി നമുക്ക് പല മെത്തേഡുകളുണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, റാഷണലൈസേഷൻ മെത്തേഡ്, ട്രിഗ്നോമെട്രിക് ലിമിറ്റ്സ് ഉപയോഗിച്ചിട്ട് അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് കമ്മിങ് ക്ലാസ്സസിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.